നമസ്കാരം. ഞാൻ ഇന്ന് ഒരു പുതിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ വീണ്ടും പഠിക്കാൻ പോവുകയാണ്. എന്നാണ് ഞാനൊരു കോഴ്സിന് ജോയിൻ ചെയ്ത കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് ഡേ. അതിനാണ് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത്. കൊള്ളാവോ? അപ്പോൾ കാറിൽ പോകാൻ പറ്റില്ല. ഞാൻ അന്ന് കാണിച്ച മാതിരി ബസ്സിൽ പോകണം. അപ്പം അത് കാരണം 1 മണിക്കാണ്. ഇപ്പം ജസ്റ്റ് 11 o'clock ആയിട്ടുള്ളൂ. അപ്പം 11:40 1 മണിക്കൂർ എടുക്കും. 1 മണിക്ക് എത്തുന്ന ഒരു 12:50. ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. 12:30 എത്തിയാലും കുഴപ്പമില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മനസ്സിലാ? ഒരു ഇൻ്റർവ്യൂ പോകുന്ന ലുക്കാണ് ഉള്ളത്. എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു ഡിഫറെൻ്റ് ആയിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ഞാനിപ്പോൾ പോകുന്നുണ്ടല്ലോ, ഞാനൊരു പുതിയ കോഴ്സിന് ചേരാൻ പോവാണ്, പഠിക്കാൻ പോവാണ് കുറേ കാലത്തിന് ശേഷം. എങ്ങനെ ഉണ്ടാവും ഇതേ എക്സൈറ്റ്മെൻറ്റ് അവിടെ എത്തി പഠിക്കാൻ തുടങ്ങുമ്പോഴുണ്ടാവുമോ? നല്ല സ്റ്റുഡൻ്റ് ആയിരിക്കും എന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഓക്കെ, ഇതാ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. ഇപ്പം നല്ല വെതറാണ്. ഇപ്പോൾ ഒരു 12 degree ഉള്ളൂ. ബട്ട് ഇങ്ങനെ ജാക്കറ്റ് ഇടണമെന്നേ ഉള്ളൂ. ജാക്കറ്റൊക്കെ മാറ്റി, കണ്ടില്ലേ? ആ റെഡ് ജാക്കറ്റൊന്ന് മാറി ഇപ്പോൾ ബ്രൗൺ ആയി. ഇനി വേറെ വെറൈറ്റി ജാക്കറ്റ്സ് ഇട്ടാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ജാക്കറ്റ് ഇടേണ്ടി വരില്ല. നല്ല ചൂടായിരിക്കും എന്ന് പറയുന്നത് കേട്ടത്. അറിയില്ല. ഇവിടെ കുറച്ച് പേര് വേറെ ആൾക്കാർ ബസ് യാത്ര പോകുന്നുണ്ട്. രസമുണ്ട്. ഈ വെതറായത് കാരണം കുഴപ്പമില്ല. ഭയങ്കര തണുപ്പുള്ള സമയത്ത് ഇങ്ങനെയൊന്നും വന്ന് നിൽക്കാൻ പറ്റില്ല. കാറുള്ള കാരണമാണ് അധികം അറിയാഞ്ഞത്. ഇങ്ങനെ കുഴപ്പമില്ല. ഹായ്. അങ്ങനെ ഇന്ന് എൻ്റെ ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് എന്ന് പറയാനുണ്ടായിരുന്നില്ല, ഒരു ഇൻട്രോ മാത്രമായിരുന്നു. എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി, കുറച്ച് പേരെ പരിചയപ്പെട്ടു. അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, അത് കാരണമാണ് എടുക്കാഞ്ഞത്. ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, ഉക്രൈനിയൻസ് ഉണ്ടായിരുന്നു, പിന്നെ ജപ്പാൻ, പിന്നെ ചൈന, നൈജീരിയ, അങ്ങനെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നാളെ തൊട്ട് പ്രോപ്പർ പഠിക്കാൻ പോവാണ്. ഇതൊരു ലൈക്ക് എംപ്ലോയ്മെൻറ്റ് കോഴ്സാണ്. അതായത് ഒരു ജോബിന് വേണ്ടിയിട്ട് ഉള്ള കോഴ്സാണ്. എന്തായാലും പിന്നെ സ്കൂളിൽ പോണ പോലെ തന്നെയാണ്. രസമുണ്ട്. പുതിയ ആൾക്കാരെ പരിചയപ്പെടാം, പുതിയ അറ്റ്മോസ്ഫിയർ, എല്ലാം പുതിയതാണ്. കുറേ കാലത്തിന് ശേഷം പഠിക്കുന്നതല്ലേ. അപ്പോൾ ഇറ്റ്സ് നൈസ്. എങ്ങനെ പോകുന്നു നോക്കാം. എല്ലാവരും നല്ലതാണ്. പോയിട്ടൊക്കെ. അപ്പോൾ ബാക്കി വിശേഷം വഴിയെ അറിയിക്കാം. അപ്പോൾ ഞാനിതാ നടന്നുകൊണ്ട് തന്നെയാണ്, ബസ്സിൽ തന്നെയാണ് പോയിട്ടും വന്നതും ഒക്കെ. ഇനി പോയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നറിയോ? ഇനി പോയിട്ട് എനിക്ക് കുക്ക് ചെയ്യണം, പിന്നെ കുട്ടികളെ പിക്ക് ചെയ്യണം നാളത്തേക്ക്. നാളെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ അവർ ഡ്രോപ്പ് ചെയ്തിട്ട് അത് വണ്ടി വീട്ടിൽ വെച്ച് പിന്നെ വേണം ബസ്സിൽ പോകാൻ. അതാണെങ്കിൽ 9 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തും വേണം. എൻ്റെ ട്രാവലിംഗ് ടൈം ഈസ് അറൗണ്ട് 1 hour. അപ്പോൾ എല്ലാം കൂടെ നല്ല രസമാണ്. ഓക്കെ, എന്തായാലും ബിസി ഡേയ്സ്. അപ്പോൾ നല്ല വെതറായതുകൊണ്ട് തന്നെ നടക്കാനൊരു സുഖമുണ്ട്. നല്ല കുറച്ച് കാറ്റുണ്ട്, അത് മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഓൾ ഓക്കെ. അപ്പോൾ ഈ ഒരു വെതറിൽ നടക്കാൻ നല്ലതാണ്. അത് കാരണം കുഴപ്പമില്ല. വിൻ്റർ ആകുമ്പോഴത്തേക്ക് എൻ്റെ കോഴ്സും തീരും. അപ്പോൾ ഓൾ സെറ്റ്. 3 മാസം ഇത് കോഴ്സും 3 മാസം പ്രാക്ടിക്കുമാണ്. സോ ഇറ്റ്സ് ഓക്കെ. ശരിക്കും എൻ്റെ നാട്ടിലൊക്കെ പഠിച്ച ഒരു ഫീലിൽ കാനഡയിൽ പഠിക്കാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ള പാർക്കാണ്. കുട്ടികളെയും കൊണ്ടൊക്കെ വരണം. അവർക്ക് പക്ഷേ സ്കൂളിലും ഡി കെയറിലും ഒക്കെ കളി തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിറങ്ങാനുള്ള സമയമുള്ളൂ. ഇനി അവരുടെ ഇങ്ങനെ പോകുന്നതൊക്കെ
പപ്പ വന്നിട്ട് ഇനി ഏട്ടൻ ഒരു 10 days കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ശരി, അപ്പോൾ എൻ്റെ വീടെത്തി. ബൈ ബൈ.